എരഞ്ഞിക്കൽ ഉദയ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സദസ്സ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ആമിറ സിറാജ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ ചടങ്ങിൽ ആദരിച്ചു. കോഴിക്കോട്ടെ പ്രശസ്തമായ വായനശാലകളിലൊന്നായ എരഞ്ഞിക്കൽ ഉദയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സദസ്സ് സംഘടിപ്പിച്ചു. വായനശാലയിൽ നടന്ന പരിപാടി വാർഡ് കൗൺസിലർ ആമിറ സിറാജ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഉദയഭാനു മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുതൽ ഫെബ്രുവരി 20 വരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന തലത്തിലുള്ള എല്ലാ ഗ്രന്ഥശാലകളിലുള്ള പ്രചരണ പരിപാടികളാണ് റിപ്പബ്ലിക് ദിനവും ആയി ബന്ധപ്പെട്ട് അതല്ലേ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഓരോ പൗരന്മാരും പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ടു വരേണ്ട കാലഘട്ടമാണ് ഇപ്പോഴുള്ളതെന്ന് അഡ്വക്കേറ്റ് ഉദയഭാനു പറഞ്ഞു. മാധ്യമപ്രവർത്തകനും ബാലസാഹിത്യകാരനുമായ പി അനിൽ, എഴുത്തുകാരനായ ഹസൻ തിക്കോടി, ഷംസു പൂമ, നാടക നടനും സാംസ്കാരിക പ്രവർത്തകനുമായ രാഘവൻ കല്ലാട്ട്, നാടക സിനിമാ മേഖലയിൽ ശ്രദ്ധേയനായ പി ദിനേശ് കുമാർ, ഗഫൂർ പൂമക്കോത്ത്, കെ രാഘവൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുണ്ടിത ശിരസ്കരാം കാവ്യമന്തുകൾ അതേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരിടവും സൃഷ്ടിച്ചു കൊടുത്ത ലൈബ്രറിക്കും ഇത് സംഘടിപ്പിച്ചവർക്കും 1000 ആശംസകൾ. ഉദയ ലൈബ്രറി പ്രസിഡന്റ് സി പ്രകാശൻ, സെക്രട്ടറി എം രവീന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ ജാഫർ പൂമക്കോത്ത്, ടി അഹമ്മദ് കബീർ, എം ദിലോർ എന്നിവർ സംസാരിച്ചു. ACV ന്യൂസ് കോഴിക്കോട്.